ഹലോ, ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്. ഇന്നത്തെ ചെമ്പനീർപ്പൂവിൻ്റെ കഥ കേൾക്കണ്ടേ? അങ്ങനെ ഇന്നത്തെ ചെമ്പനീർപ്പൂവിൽ സച്ചിനെ പിടിച്ച് ലോക്കപ്പിലിട്ടേക്കാണല്ലോ SI. സച്ചിനെ കാണാതെ രേവതി ഇങ്ങനെ ടെൻഷൻ അടിച്ചിട്ടിരിക്കുന്നുണ്ട്. സച്ചിയേട്ടൻ വിളിച്ചിട്ട് ഫോൺ എടുക്കണില്ല എന്ന് പറയേണ്ട അച്ചമ്മ നോക്കുന്നുണ്ട്. രവീന്ദ്രൻ വന്ന് ചോദിക്കേണ്ട വിഷമിക്കേണ്ട, അവൻ വരും എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ രേവതി ടെൻഷൻ അടിച്ചിരിക്കുന്ന സമയത്താണ് ഇന്നലത്തെ എപ്പിസോഡ് ക്ലൈമാക്സിൽ വന്നേക്കുന്നത്. അങ്ങനെ രേവതി ഇങ്ങനെ നോക്കുന്നുണ്ട്, വീണ്ടും വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, ഫോൺ എടുക്കണില്ല. അപ്പോൾ രേവതി ഇങ്ങനെ പറയുന്നുണ്ട്, എന്താ സച്ചേട്ടൻ വരാത്തതെന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും കൂടി ടെൻഷൻ അടിച്ചിട്ടിരിക്കുകയാണ്. അപ്പോൾ ഓരോരുത്തരായിട്ട് ഓരോരോ അഭിപ്രായങ്ങൾ പറയുന്നുണ്ട്. അച്ചമ്മ പറയുന്നുണ്ട്, ചിലപ്പോൾ അവൻ ഓട്ടം പോയിട്ടുണ്ടാവും. ആ ഓട്ടം പോയ സമയത്ത് ചിലപ്പോൾ കസ്റ്റമേഴ്സ് വണ്ടിയിലുള്ള കയറിയിട്ടുള്ള കസ്റ്റമേഴ്സ് പറയുന്നുണ്ടാവും ഫോൺ എടുക്കാൻ പാടില്ല എന്നപ്പോൾ സൈലൻ്റ് ആക്കിയിട്ടുണ്ടാവും. അങ്ങനെ ഓരോരുത്തരും ഇങ്ങനെ പറയുന്നുണ്ട്, അതുകൊണ്ടായിരിക്കും. അപ്പോൾ ശ്രീകാന്ത് പറയുന്നുണ്ട്, ചിലർക്കൊന്നും ഇഷ്ടാവില്ല ഡ്രൈവ് ചെയ്യുമ്പോൾ ഫോൺ എടുക്കണം, അതുകൊണ്ട് സച്ചേട്ടനോട് ഫോൺ എടുക്കേണ്ട അവന് സൈലൻ്റ് ആക്കിയിട്ട് ആ വേട്ടത്തി, അതുകൊണ്ടായിരിക്കും എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അച്ചമ്മ പറയുന്നുണ്ട്, എന്നാലും അവനൊരു മെസ്സേജ് അയച്ചൂടെ രേവതിക്ക്, അല്ലെങ്കിൽ ഒന്ന് വിളിച്ച് പറഞ്ഞിട്ട് പൊക്കൂടെ, വീട്ടിലിരിക്കുന്നവരിങ്ങനെ തീ തിന്നാന്ന് ഇവൻ അറിയില്ലേ എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചിട്ട് അവരിങ്ങനെ സച്ചിക്ക് എന്ത് പറ്റിയെന്ന് അറിയാതിരിക്കണം. അപ്പോൾ രേവതി പറയുന്നത്, എന്തോ അരുതാത്തത് സംഭവിച്ചിട്ടുണ്ട്, എനിക്ക് ആക്സിഡൻറ്റ് പറ്റുന്ന ദിവസം എൻ്റെ മനസ്സിൽ അങ്ങനെ ഒരു തോന്നലുണ്ടായിരുന്നു, ഇന്നും അങ്ങനത്തെ ഒരു തോന്നലാണ് വരുന്നതെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോഴും ശ്രുതി പറയുന്നുണ്ട്, ആർക്കറിയാം എന്താ പറ്റിയേക്കണമെന്ന് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ രേവതി പറയുന്നുണ്ട്, ആക്സിഡൻറ്റ് കണ്ട ആളുകളെ കണ്ട് സംസാരിച്ചിട്ട് വേഗം വരാമെന്ന് പറഞ്ഞതാണ് സച്ചിയേട്ടൻ, പക്ഷേ ഇത്ര നേരമായിട്ട് സച്ചിയേട്ടൻ വരാത്തത് എന്താണാവോ എന്നിങ്ങനെ പറയുന്നുണ്ട്. അത് കഴിഞ്ഞാൽ എവിടെയെന്ന് വെച്ചിട്ട് ഇവർ അന്വേഷിക്കുക. അപ്പോൾ വരും എന്നുള്ള ധാരണയിലാണ് ഇവരിക്കുന്നത്. ഈ സമയത്താണ് ഈച്ച പൂ വിറ്റിട്ടുള്ള കാശും കൊണ്ടുവന്നത്. ഈച്ച പറഞ്ഞു, പെങ്ങളെ ഞാൻ നേരം വൈകില്ലല്ലോ, ദേ പെങ്ങളുടെ മുഴുവൻ പൂവും വിറ്റ് കാശുണ്ട് കേട്ടോ അതിൽ, ദേ കാശ് ഇവിടെ വെക്കുന്നുണ്ടേ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ രവീന്ദ്രൻ പറയണ്ട, സച്ചി കണ്ടോ, സച്ചീനെ വിളിച്ചിട്ട് ഫോൺ എടുക്കില്ല, സച്ചിയുടെ കാര്യം പറയാം എന്ന് പറഞ്ഞിട്ട് രേവതിക്ക് ഈ പൂവിൻ്റെ പൈസ ഒക്കെ കൊടുക്കുമ്പോൾ രേവതി പറയും, ഈച്ചയെ ഞാൻ എത്ര നേരം സച്ചിയേട്ടനെ വിളിച്ചുകൊണ്ടിരിക്കുന്നു, സച്ചിയേട്ടൻ ഫോൺ എടുക്കുന്നില്ല, സച്ചിയേട്ടൻ എവിടെയാണെന്നോ ഒരപ്പെടുത്തുമില്ലല്ലോ, വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ലല്ലോ, എന്താ ചെയ്യുക എന്ന് ചോദിക്കുമ്പോൾ അപ്പോഴാണ് ഈച്ചയ്ക്ക് കാര്യത്തിൻ്റെ ഗൗരവം മനസ്സിലാവുന്നത്. അപ്പോൾ ഈച്ച പറയും, ഞാൻ വിളിച്ചപ്പോൾ സച്ചി ഫോൺ എടുത്തുല്ലോ, സച്ചി പറഞ്ഞുല്ലോ ഇങ്ങനെ പോലീസ് സ്റ്റേഷനിൽ നിന്ന് രേവതിയുടെ ആക്സിഡൻറ്റിന് പറ്റിയ പ്രതിയെ പിടിച്ചിട്ടുണ്ട്, അപ്പോൾ പോലീസ് സ്റ്റേഷനിലേക്ക് പോവുകയാണ്, SI വിളിച്ചിട്ടുണ്ടായിരുന്നു, ഞാൻ അങ്ങോട്ട് പോകാമെന്ന് പറഞ്ഞുല്ലോ എന്ന് പറയണം. അങ്ങനെ പറഞ്ഞു സച്ചിയേട്ടൻ. അപ്പോൾ വർഷ ചോദിക്കും, ആരാ പ്രതി എന്ന് ചോദിക്കുമ്പോൾ അതെനിക്കറിയില്ല, സച്ചി അങ്ങോട്ട് പോകാമെന്നാണ് പറഞ്ഞത് പറയും. അപ്പോൾ രേവതി പറയും, ആണോ, എന്നിട്ട് എന്ത് സച്ചിയേട്ടൻ വിളിച്ചിട്ട് ഫോൺ എടുക്കാത്ത വെച്ചിട്ട് വീണ്ടും രേവതി ഫോൺ വിളിക്കുമ്പോൾ സച്ചി എടുക്കുന്നില്ല. അപ്പോൾ രവീന്ദ്രൻ പറയും, മോളെ SIയുടെ നമ്പർ മോളുടെ കയ്യിലില്ലേ, മോളൊരു കാര്യം ചെയ്യേ, ആ SIനെ ഒന്ന് വിളിച്ച് നോക്കിയേക്കാം, അപ്പോൾ വിവരം അറിയാലോ പറയുമ്പോൾ രേവതി SIനെ വിളിക്കും, പക്ഷേ SI ഫോൺ എടുക്കുന്നില്ല. അപ്പോൾ ശ്രുതി വിചാരിക്കേണ്ടോ, പിന്നെ ഇവളങ്ങോട്ട് വിളിക്കുമ്പോഴേക്കും എടുക്കാതിരിക്കുകയല്ലേ SI എന്ന് പറഞ്ഞിട്ട് ശ്രുതി കളിയാക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ശ്രുതി ഇങ്ങനെ പറയുകയാണ്, ചിലപ്പോൾ പോലീസ് ഐഡൻറ്റിഫൈ ചെയ്യുക, അപ്പോൾ പോലീസ് ഐഡൻറ്റിഫൈ ചെയ്യുകയാണെങ്കിൽ ഐഡൻറ്റിഫൈ ചെയ്തിട്ട് സച്ചിനെ കൊണ്ട് ഐഡൻറ്റിഫൈ ചെയ്യിക്കുകയാണെങ്കിൽ അതിനുള്ള സമയം കഴിഞ്ഞല്ലോ, സച്ചി വരേണ്ട സമയം കഴിഞ്ഞല്ലോ, ഇനിയിപ്പോൾ സച്ചി വരണ വഴിക്ക് എന്തെങ്കിലും പറ്റിയിട്ടുണ്ടാവുമോ എന്നൊക്കെ ചോദിക്കുകയാണ് ശ്രുതി. അപ്പോൾ അച്ഛൻ പറയും, ശ്രുതി നീ ഒന്നും മിണ്ടാതിരിക്കുക എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ശ്രീകാന്ത് പറയും, അല്ല ഏടത്തി, ഇപ്പോൾ ഏടത്തിക്കല്ലേ ആക്സിഡൻറ്റ് പറ്റിയപ്പോൾ പ്രതിനെ തിരിച്ചറിയാൻ സച്ചിയേട്ടനെ വിളിക്കേണ്ടത് എന്തിനാ, ഏടത്തിയല്ലേ പോകേണ്ടതെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ശ്രുതി പറയും, അതിനെ ഇവരെ ഒരു ശരീരവും രണ്ട് മനസ്സും എന്നൊക്കെയല്ലേ പറയണം, ഒരേ ശരീരം ഒരേ മനസ്സൊക്കെ എന്നല്ലേ പറയണത്, അപ്പോൾ രേവതി ഇവിടെ ഇരുന്നാലും സച്ചിക്ക് അതുകൊണ്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റിയിരിക്കും എന്ന് പറഞ്ഞിട്ട് രേവതി കളിയാക്കാണ്. അപ്പോൾ അച്ഛമ്മ, ശ്രുതി നിനക്ക് കിട്ടാറായിട്ടുണ്ടെന്ന് പറയണം. അങ്ങനെ ശ്രീകാന്ത് പറയും, എന്തായാലും പോലീസ് സ്റ്റേഷനിൽ ഉണ്ടെന്ന് അറിഞ്ഞല്ലോ, ഞാൻ എന്തായാലും ഒന്ന് പോയി അന്വേഷിച്ചിട്ട് വരാം എന്ന് പറഞ്ഞിട്ട് ശ്രീകാന്ത് പോകുമ്പോൾ ഈച്ച പറയാണ്, ഞാനും വരാൻ പറയണം. അപ്പോൾ രേവതി പറയണം, ഞാനും കൂടി വരാമായിരുന്നു, പക്ഷേ എനിക്ക് കാല് വയ്യാണ്ടായി പോയി പറയാം. ഇല്ലേ, ഞങ്ങൾ പോയിട്ട് വരാം, അപ്പോൾ സച്ചേട്ടനെയും കൂട്ടിയിട്ട് വരണേ, ഞാനിവിടെ ടെൻഷൻ അടിച്ചിരിക്കാമെന്ന് സച്ചേട്ടനോട് പറയണേ ശ്രീകാന്തേ എന്ന് പറയണം. പറയാൻ എടുത്തി എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ശ്രീകാന്ത് പോവാണ്. ശ്രീകാന്ത് ഈച്ചയും കൂടി പോവാണ്. ആ സമയത്ത് വീണ്ടും കൊനിഷ്ഠ വർത്തമാനങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ശ്രുതിനെ അച്ഛമ്മ ചീത്ത പറയണം, പോയി വല്ല നാമം ചൊല്ലടി എന്നൊക്കെ പറയാണ്. അങ്ങനെ രേവതി അവിടെ എങ്ങനെ ടെൻഷൻ അടിച്ചിരിക്കുന്ന സമയത്ത് ശ്രീകാന്ത് ഈച്ചയും കൂടിയിട്ട് പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് ചോദിക്കാനോ, സാർ ഇങ്ങനെ ഞങ്ങളുടെ സച്ചിയേട്ടൻ ഇങ്ങനെ ഇവിടെ സച്ചിയേട്ടൻ്റെ ഭാര്യയുടെ ആക്സിഡൻറ്റിന് കാരണമായിട്ടുള്ള പ്രതിനെ പിടിച്ചിട്ട് പറഞ്ഞ് ഇവിടുന്ന് ഫോൺ വന്നിട്ടുണ്ടായിരുന്നു, സച്ചിയേട്ടൻ ഇങ്ങോട്ട് വന്നിട്ട് പിന്നെ വീട്ടിലേക്ക് എത്തിയിട്ടില്ല, വിളിച്ചിട്ട് ഫോൺ കൊടുക്കണില്ല എന്ന് പറയണം. അപ്പോൾ SI ചിരിക്കുകയാണ്, സാർ സച്ചിയേട്ടനെ പറ്റി എന്തെങ്കിലും വിവരം ഉണ്ടെങ്കിൽ ഞങ്ങളോട് പറയണേ പറയുമ്പോൾ SI പറയാണ്, സച്ചി ഇവിടെ ഉണ്ടല്ലോ എന്ന് പറയണം. എവിടെ സച്ചേട്ടൻ എവിടെയാണെന്ന് ചോദിക്കുമ്പോൾ പറയും, സച്ചി ഇവിടെ ഉണ്ട്, സച്ചി ലോക്കപ്പിലാണ് പറയും. ലോക്കപ്പിലോ? അതെ, സച്ചി ഒരു കാര്യം ചെയ്തു, സച്ചീനെ പ്രതിനെ പിടിച്ചു എന്ന് പറഞ്ഞിട്ട് സച്ചീനെ വിളിച്ചത് സച്ചീനെ ലോക്കപ്പിലിടാനാണ്. എന്താ സാർ സച്ചേട്ടൻ ചെയ്ത് ചോദിക്കുമ്പോൾ പറയും, ആൻ്റണിയുടെ ഓഫീസിൽ പോയി ആൻ്റണിയുടെ ഓഫീസൊക്കെ തല്ലി തകർത്ത് അവിടെ അഞ്ജന പറഞ്ഞ ഒരു സ്ത്രീ ഉണ്ടായിരുന്നു, ആ സ്ത്രീനെ അടിച്ച് മർദ്ദിച്ചു, ആ സ്ത്രീയുടെ കയ്യിലും കാലിലും തലയ്ക്കൊക്കെ പരിക്കുണ്ട്, അവർ തന്ന പരാതിയുടെ അടിസ്ഥാനത്തിലാണ് സച്ചിനെ ലോക്കപ്പിലിട്ടേക്കുന്നത് പറയും, കസ്റ്റഡിയിൽ എടുത്തേക്കണം പറയും. അപ്പോൾ ശ്രീകാന്ത് പറയും, ഇല്ല, എൻ്റെ സച്ചേട്ടൻ ഒരിക്കലും ഒരു സ്ത്രീയുടെ നേരെയും കൈ ഉയർത്തില്ല, സച്ചേട്ടൻ അങ്ങനെയല്ല എന്ന് പറയും.
പിന്നെ അവർ പരാതി തന്നിക്കണത് എന്തിനാ? അവരുടെ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഡോക്ടർ സർട്ടിഫിക്കറ്റ് അടക്കമാണ് അവർ ഹാജരാക്കിയേക്കണം. അവരുടെ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഞാൻ സച്ചിനെ അറസ്റ്റ് ചെയ്തേക്കണം പറയും എസ് ഐ. അപ്പോൾ ഈച്ച പറയില്ല, സച്ചി ഒരിക്കലും അങ്ങനെ സ്ത്രീകളോട് പെരുമാറില്ല സാർ, ഇതെന്തോ തെറ്റിദ്ധാരണയാണ്, ഇത് അവർ നിങ്ങളതിനെ എന്തോ തെറ്റിദ്ധരിപ്പിച്ചതാണെന്നൊക്കെ പറയും. അപ്പോൾ ശ്രീകാന്ത് പറയും എൻ്റെ സച്ചേട്ട ഒരിക്കലും അങ്ങനെ പെരുമാറില്ല സാർ പറയും. അപ്പോൾ ഈച്ച ചോദിക്കുക ആ സ്ത്രീയുടെ വീട് എവിടെ ഇരിക്കുമ്പോൾ വീടും സ്ഥലമൊക്കെ പറഞ്ഞു കൊടുക്കും എസ് ഐ. അത് കഴിഞ്ഞിട്ട് പറയും സാർ ഞങ്ങൾക്ക് സച്ചേട്ടനൊന്ന് കാണാൻ പറ്റി ചോദിക്കുമോ, പോയി കണ്ടോ ഇവരേനെ സച്ചീനൊന്ന് കാണിച്ചു കൊടുക്കുന്നു പറഞ്ഞിട്ട് അങ്ങനെ സച്ചീനെ കാണാൻ ലോക്കപ്പിൻ്റെ അടുക്കി പോകുമ്പോൾ ലോക്കപ്പിൻ്റെ ഉള്ളിലാണ് സച്ചി. ശ്രീകാന്ത് പോയിട്ട് സച്ചേട്ടാന്ന് വിളിക്കുമ്പോൾ സച്ചി ഓടി വന്നിട്ട് പറയും എടാ ഞാൻ ആൻ്റണിയുടെ ഓഫീസിൽ പോയിട്ടുണ്ടായിരുന്നു എന്നുള്ളത് സത്യമാണ്, പക്ഷേ ഞാൻ അവിടെ വഴക്കൂടി എന്നുള്ള സത്യം, പക്ഷേ ഞാൻ അഞ്ജന പറഞ്ഞിട്ടുള്ള സ്ത്രീനെ ഞാൻ ഒന്നും ചെയ്തിട്ടില്ല, ഇത് എനിക്കെതിരെ ആൻ്റണിയോ സ്ത്രീയും കൂടി കളിച്ച കളിയാണ് ശ്രീകാന്ത്. അപ്പോൾ ശ്രീകാന്ത് പറയും ഏട്ടൻ വിഷമിക്കണ്ട, ഞങ്ങൾ വക്കീലിനെ കൊണ്ട് വരാൻ പറയുമ്പോൾ സച്ചി പറയും ജാമ്യം കിട്ടും തോന്നുന്നില്ല ശ്രീകാന്ത്, ഇത് സ്ത്രീകൾ പരാതി കൊടുത്തിട്ടുള്ളതാണ്. അപ്പോൾ ഈച്ച പറയും ജാമ്യം കിട്ടില്ല എന്ന് തന്നെ എസ് ഐയും പറഞ്ഞത്, എന്തായാലും ഞങ്ങൾ ശ്രമിച്ചു നോക്കട്ടെ പറയും. അപ്പോൾ സച്ചി പറയും ശ്രീകാന്ത് ജാമ്യം കിട്ടില്ല എന്നാണ് പറയുന്നത്, അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ ഇങ്ങോട്ട് വരില്ല എന്ന് ഇവരെന്നെ പെടുത്തിയില്ല, നീ രേവതിയോട് ഇതൊന്നും പറയേണ്ട, അവൾക്ക് വിഷമാവും എന്നൊക്കെ പറയും. ശ്രീകാന്ത് പറയാൻ ഏട്ടൻ വിഷമിക്കാതിരിക്കുക, എന്ത് വന്നാലും ശരി ഏട്ടനെ ഞങ്ങൾ പുറത്തിറക്കാനുള്ള കാര്യങ്ങൾ നോക്കുക, ഏട്ടൻ ടെൻഷൻ അടിക്കാതിരിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് ശ്രീകാന്ത് ഈച്ചയും കൂടി പോവാണ്. ഈ സമയത്ത് ചന്ദ്രോദയത്തിൽ രേവതി ശ്രീകാന്തിനെ ഈച്ചി മാറി മാറി വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ രേവതി പറയുന്നുണ്ട് ഇതിപ്പോൾ നന്നായിട്ടുണ്ട്, ശ്രീകാന്ത് ഫോൺ എടുക്കണില്ല, ഈച്ചി ഫോൺ എടുക്കില്ല, സച്ചേട്ടൻ ഫോൺ എടുക്കില്ല, ഇതിപ്പോൾ ആരും ഫോൺ എടുക്കാത്ത, അപ്പോൾ എന്തോ അരുതാത്തത് സംഭവിച്ചിട്ടുണ്ട് എന്ന് പറയണ രേവതി. അപ്പോൾ വർഷ പറയും ചേച്ചി പേടിക്കാതിരിക്കുക, എടുക്കാൻ പറ്റുന്ന സിറ്റുവേഷൻ അല്ലായിരിക്കും, കുറച്ച് നേരം കൂടി നോക്കാം, ശ്രീകാന്തിനെ കണ്ടില്ലെങ്കിൽ ഞാൻ വിളിച്ചു നോക്കാമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ശ്രുതി പറയുന്നുണ്ട് എല്ലാവരും മാറി മാറി നമ്മളെല്ലാവരും ടെൻഷൻ അടിച്ചിരിക്കുകയെന്ന് ശ്രീകാന്തിനെ ഈച്ചയ്ക്ക് അറിയാലോ, അപ്പോൾ ഇവർ ഫോൺ എടുക്കണില്ല എന്നുണ്ടെങ്കിൽ അതിനർത്ഥം എന്തോ സംഭവിച്ചിട്ടുണ്ടെന്നല്ലേ, ഇനിയിപ്പോൾ എന്താണാവോ, സച്ചിക്ക് വല്ല ആക്സിഡൻറ്റും പറ്റിയണാവോ എന്നൊക്കെ ഇങ്ങനെ പറയാണ്. അപ്പം അച്ഛമ്മ ശ്രുതി നീ വാ തുറന്നിട്ടുണ്ടെങ്കിൽ നിന്നെ ഞാൻ അപ്പോൾ ശ്രുതി പിന്നെ മിണ്ടാതിരിക്കുകയാണ്. അപ്പോൾ രവീന്ദ്രൻ പറയും എന്തായാലും ഇവർക്കൊന്ന് വിളിച്ചിട്ട് വിവരം പറഞ്ഞൂടെ എന്നൊക്കെ ചോദിക്കണ സമയത്ത് ശ്രീകാന്തിൻ്റെ വണ്ടി വന്ന് നിൽക്കുക. അപ്പോൾ രേവതി പിന്നെ ശ്രീകാന്ത് വന്നു പറയും. അപ്പോൾ രവീന്ദ്രൻ വേഗം പുറത്തേക്ക് വരും. ശ്രീകാന്ത് എന്താണ് ഉണ്ടായി ചോദിക്കുമ്പോൾ ശ്രീകാന്ത് പറയാൻ തുടങ്ങുമ്പോഴേക്കും രേവതി അകത്തുനിന്ന് ശ്രീകാന്ത് എവിടെ വാ പറഞ്ഞിട്ട് വിളിക്കും. ശ്രീകാന്ത് അടുത്തേക്ക് പോകുമ്പോൾ ശ്രീകാന്ത് സച്ചേട്ടനോട് ഇങ്ങോട്ട് വരാൻ പറയാം. അപ്പോൾ ശ്രീകാന്ത് ഒന്നും മിണ്ടാതെ നിൽക്കും. അത് ശരി എന്നെ പറ്റിക്കാൻ വേണ്ടി പുറത്ത് കാലം സച്ചേട്ടാ ഇങ്ങോട്ട് വന്നേന്ന് പറയും. അപ്പോഴും ശ്രീകാന്ത് ഒന്നും മിണ്ടില്ല. അപ്പോൾ വർഷേ പളങ്ങി നിൽക്കുക എന്നെ പറ്റിക്കാൻ, വർഷം ഒന്ന് പോയിട്ട് വിളിച്ചിട്ട് പറഞ്ഞു വർഷം വിളിക്കാൻ പോണ സമയത്ത് ഏട്ടത്തി സച്ചേട്ടൻ വന്നിട്ടില്ല പറയും ശ്രീകാന്ത്. അപ്പോൾ എന്താ ചോദിക്കുമ്പോൾ പറയും സച്ചേട്ടൻ ലോക്കപ്പിലാണ്, പോലീസ് സച്ചേട്ടനെ അറസ്റ്റ് ചെയ്ത് ലോക്കപ്പിൽ ഇട്ടേക്കാണ് പറയും. അപ്പോൾ എന്താ കാര്യം ചോദിക്കും. അപ്പോൾ ഇങ്ങനെയാണ് ആൻ്റണിയുടെ ഓഫീസിൽ പോയി ഇങ്ങനെ ഒരു സ്ത്രീനെ ആൻ്റണീനെ തല്ലി, അപ്പോൾ സ്ത്രീയുടെ പരാതി മേലാണ് കേസ് എടുത്തേക്കണമെന്നൊക്കെ പറയും. അപ്പോൾ രേവതി പറയില്ല എൻ്റെ സച്ചേട്ടൻ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല, എൻ്റെ സച്ചേട്ടൻ ഒരു സ്ത്രീകളുടെ നേരം കൈ ഉയർത്തില്ല, എനിക്കറിയാം എൻ്റെ സച്ചേട്ടൻ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല എന്നൊക്കെ പറയാം. അപ്പോൾ രവീന്ദ്രൻ അച്ഛമ്മയൊക്കെ പറയുന്നുണ്ട് ഒരിക്കലും സച്ചയുടെ ഭാഗത്തുനിന്ന് അങ്ങനെ ഉണ്ടാവില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അയാളിങ്ങനെ ജാമ്യം കിട്ടില്ല എന്നൊക്കെയാണ് എസ് ഐ പറഞ്ഞത് എന്നൊക്കെ പറയും. അപ്പോൾ ശ്രുതി പറയും നന്നായി, സ്ത്രീ കേസാണോ എന്നാൽ പിന്നെ പുറത്തേക്ക് ഇറങ്ങുന്ന കാര്യം നോക്കണ്ട, ജാമ്യം നോക്കണ്ട, കോടതിയിലെങ്ങാനും നോക്കിയാൽ മതി, ഇനിയിപ്പോൾ കോടതിയിൽ പോയാലും ജാമ്യം കിട്ടുക എന്നുള്ള ഒരു സംശയമാണ്. ആ കുട്ടിക്ക് പ്രായപൂർത്തിയായ കുട്ടിയാണോ ശ്രീകാന്ത്, അല്ലെങ്കിൽ ഇനിയിപ്പോൾ പോക്സോയും കൂടി കയറ്റും, എന്തായാലും സച്ചിക്ക് കുറേ കാലം ജയിലിൽ കിടക്കാം എന്ന് പറയുമ്പോൾ രവീന്ദ്രൻ പറയും നിങ്ങളെ സഹായിച്ചിട്ട് രക്ഷപ്പെടുത്തിയത് സച്ചിയാണ്, അതിൻ്റെ നന്ദി വേണ്ട, നന്ദികേടെങ്കിലും കാണിക്കാതിരുന്നൂടെ എന്ന് ചോദിക്കും. അപ്പം അച്ഛമ്മ പറയും ഇനി നീ വല്ലതും പറഞ്ഞാൽ കുറ്റിച്ചൂലടിച്ച് നിന്നെ ഞാൻ ഈ വീട്ടിൽ നിന്ന് പുറത്താക്കും ശ്രുതി എന്ന് പറയും. അച്ഛമ്മ പറയും ഒന്നും സംഭവിക്കില്ല, അവൻ തെറ്റ് ചെയ്യാത്തോടത്തോളം ഞാൻ അവനെ ഒന്നും ചെയ്യേണ്ടി വരില്ല. അപ്പോൾ വർഷ പറയും ഇനിയിപ്പോൾ നമുക്ക് എന്താ ഇതിനെതിരെ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ നമുക്കത് നോക്കാം, എന്തായാലും സച്ചേട്ടനെ ജാമ്യത്തിലെടുക്കണം, എൻ്റെ പരിചയത്തിലൊരു വക്കീലുണ്ട് അങ്കിളെ, ഞാൻ സംസാരിച്ചിട്ട് ജാമ്യത്തിലുള്ള ഏർപ്പാട് ചെയ്യാൻ പറയാം, എന്നാൽ മോളൊന്ന് വിളിക്കുക വരുമ്പോൾ അങ്ങനെ വർഷ വക്കീലിനെ വിളിക്കാൻ വേണ്ടി പോവാണ്. വക്കീലിനെ വിളിക്കാൻ വേണ്ടി പോണ സമയത്ത് രേവതി പറയുന്നുണ്ട് എൻ്റെ സച്ചേട്ടൻ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല, ഞാൻ പറഞ്ഞില്ല അരുതാത്തത് എന്തോ സംഭവിക്കാൻ പോകുന്നുണ്ടെന്ന്, ഒരിക്കലും അങ്ങനെ ചെയ്യില്ല എൻ്റെ സച്ചേട്ടൻ, ഇത് സച്ചേട്ടനെ കുടുക്കിയതാ, എനിക്ക് ഉറപ്പാണ്, ഇത് ഒരിക്കലും സച്ചേട്ടൻ അങ്ങനെ ഒന്നും ചെയ്യില്ല, എൻ്റെ സച്ചേട്ടൻ്റെ ഭാഗത്തുനിന്ന് ഒരിക്കലും അങ്ങനെ ഒരു കാര്യം ഉണ്ടാവില്ല എന്ന് പറഞ്ഞിട്ട് രേവതി ഉറക്കെ കരയണം. അപ്പോൾ രവീന്ദ്രനെ ആകെ വിഷമിച്ചിരിക്കുകയാണ്, അച്ഛമ്മയെ ആകെ വിഷമിച്ചിരിക്കുകയാണ്, ശ്രീകാന്ത് മീച്ചി വർഷ എല്ലാവരും വിഷമിച്ചിരിക്കുകയാണെങ്കിലും ഇതിലൊക്കെ മനസ്സ് തുറന്ന് സന്തോഷിക്കുന്ന ഒരാൾ അവിടെ ഉണ്ട് കേട്ടോ. അത് വേറെ ആരല്ല, കുരുട്ടും കുശുമ്പും മാത്രം കൊണ്ട് നടക്കണം നമ്മുടെ ശ്രുതി തന്നെ. അപ്പോൾ ശ്രുതി ഇങ്ങനെ അത് ആസ്വദിച്ചിട്ടാണ് ഇരിക്കുന്നത്, ഇവരുടെ എല്ലാ വിഷമങ്ങളും ആസ്വദിച്ചിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ അങ്ങനെ പൊട്ടിക്കരേണ്ട രേവതീനെ അച്ഛമ്മ പോയിട്ട് എൻ്റെ മോൾ ഇത്ര തൊട്ടാവടിയാണ്, എല്ലാവർക്കും ധൈര്യം കൊടുക്കുന്ന ആളല്ലേ നീ, ഒരു പ്രശ്നം ഉണ്ടാവില്ല, സച്ചിനെ ഇറക്കന്നെ ചെയ്യും, നീ ധൈര്യമായിട്ടിരിക്കുക, സച്ചിക്ക് ഒരു കുഴപ്പമുണ്ടാവില്ല പറഞ്ഞിട്ട് രേവതീനെ ആശ്വസിപ്പിക്കുകയാണ്. അങ്ങനെ സച്ചി ലോക്കപ്പിലാണെന്ന് അറിഞ്ഞിട്ടുള്ള ആ ഒരു ഇതിലാണ് ഇന്നത്തെ എപ്പിസോഡ് പോകുന്നത്. അപ്പോൾ എന്നത്തെയും പോലെ എൻ്റെ കഥ കേട്ട് ഇഷ്ടപ്പെട്ട കൂട്ടുകാർ എൻ്റെ ചാനലൊന്ന്
ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.